അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവേ റഹ്മാനുറഹീമായ അല്ലാഹ്, പാപികളായ ഞങ്ങളെ നീ കൈവിടരുത് തമ്പുരാനെ. റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങളുടെ പിറപ്പിങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് പല ഉപകാരങ്ങളും ചെയ്തു തന്ന എല്ലാവരെയും ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങളിൽ നിന്ന് ഹയാത്തുള്ളവർക്ക് നൽകണമല്ല. മരണപ്പെട്ടവർക്ക് നീ പുറത്ത് മാഫാക്കി കൊടുക്കണം തമ്പുരാനെ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ സന്താനങ്ങളെ, മക്കളെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അഭിമാനിക്കാവുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്കൊരു വിഷമവും ബുദ്ധിമുട്ടും വഷളത്തരവും നീ നൽകല്ല റബ്ബേ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ മക്കൾക്കും നീ വിഷമത്തരവും മറ്റു ബുദ്ധിമുട്ടുകളും നൽകല്ല റബ്ബേ. ജീവിതകാലം അത്രയും സന്തോഷത്തോടുകൂടെ, ദീനീ ബോധത്തോടുകൂടെ, തഖ്വയോടുകൂടെ, ഇസ്സത്തോടുകൂടെ, ഐശ്വര്യത്തോടുകൂടെ ജീവിപ്പിച്ച് അല്ലാഹുവേ, മരിക്കൽ ഖൈറാകുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്കും മേൽ പറയപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 4 കാര്യങ്ങൾ വയസ്സിനിക്ക് വർധനവ് നൽകുമെന്നാണ്. അതൊരു അത്ബാഇൻ്റെ അഭിപ്രായം പറഞ്ഞ, വിശ്വകരന്മാരുടെ അഭിപ്രായത്തിലൂടെ ചെറിയൊരു കാര്യം ഇടയിൽ വെച്ച് പറയുന്നു എന്ന് മാത്രം. അല്ലവ്വലു തസവ്വുജുൽ അബ്കാർ, കല്യാണം കഴിക്കുമ്പോൾ കന്യകകളെ കല്യാണം കഴിക്കുക. അത് വയസ്സിനിക്ക് വർധനവുണ്ടാവാനുള്ള കാരണമാണ്. ഇതിൻ്റെ ഹിക്മത്ത് അല്ലാഹുക്ക് അറിയാം. മാനസികമായ സന്തോഷം, പരസ്പരമായ ആത്മാർത്ഥമായ സ്നേഹം, ഒരു സ്ത്രീ ആ സ്ത്രീയുമായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പുരുഷനെ ജീവിതകാലത്ത് മറക്കാൻ കഴിയില്ല. എന്ത് സുഖങ്ങൾ കൊടുത്ത് മറ്റൊരു കല്യാണം കഴിച്ചാലും ആ സ്ത്രീക്ക് ആദ്യത്തെ ഭർത്താവിനോടുള്ള കടപ്പാടും മാനസികമായ അടുപ്പവും, മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയ ആ സ്നേഹം ആ ആദ്യ ഭർത്താവിനിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നീടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം എന്നാണ്. പിന്നെ അത്രത്തോളം പ്രയാസപ്പെട്ട് മാനസികമായി അങ്ങനെ വളരെയധികം വെറുത്ത നിലക്കായിരിക്കണം. പിന്നെ ആ സ്നേഹിക്കാനുള്ള കാരണങ്ങളൊന്നും ഉണ്ടാവാത്തൊരു സാഹചര്യത്തിൽ അത് വേറെ വിഷയം. അപ്പോഴും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ സമയത്ത് റസൂലുള്ള കല്യാണം കഴിച്ച ആയിഷ ബീവി അല്ലാത്ത എല്ലാ സ്ത്രീകളും സയ്യിബീങ്ങളാണ്, കന്യകളല്ല. എല്ലാവരും അങ്ങനെ തന്നെ. ആയിഷ ബീവി മാത്രമാണ് അതൊരു കന്യകത്വം സൂക്ഷിക്കാൻ അങ്ങനെ നിൽക്കുള്ളതല്ല. അതൊരു രാഷ്ട്രീയ ബന്ധം, അത് ഒരു സ്നേഹിതനോടുള്ള ഒരു അടങ്ങാനാവാത്ത ഒരു കടപ്പാടും സ്നേഹവും അതൊക്കെ നിലനിർത്താൻ വേണ്ടിയാണ്. അതല്ല എങ്കിൽ ചെറിയ ഒരു കുട്ടിയെ കൂടെ ബോധിക്കാനോ മറ്റുള്ള നിലക്കൊന്നുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല ആയിഷ ബീവിയെ കഴിച്ച്. സ്വന്തം മകൾ അത്രയും കൂടി ഇല്ലാത്തൊരവസ്ഥയിലല്ലേ, ചെറിയ ഒരു കുട്ടിയല്ലേ, 7 വയസ്സിൽ കല്യാണം കഴിച്ച് എത്രയോ വർഷം അവർ കളിച്ച് തമാശയായി കൂടി എന്നല്ലാതെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? അപ്പം അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിനല്ല, ഒരു ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി കാലാകാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ടുള്ള മറ്റൊരു ബന്ധം കൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്നല്ലാതെ ജീവിത സുഖത്തിന് വേണ്ടി അങ്ങനൊന്നും ആഗ്രഹിച്ച് ചെയ്തതല്ല. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ അന്നൗമു അല ശിമാൽ, ഇടതുഭാഷത്തിൻ്റെ മേലിൽ കിടക്കുക. അങ്ങനെയാണ് അത്തിബായിൽ നിന്ന് നല്ലൊരു വിഭാഗം. വലത്തുഭാഗത്തേക്ക് കിടക്കലാണ് സുന്നത്ത് എന്നുള്ള വേറെ വിഷയം. അത് ശാസ്ത്രീയമായ ആ വശം നോക്കിയിട്ടല്ലേ. ഇടതുഭാഷത്താണ് മനുഷ്യൻ്റെ ആന്തരികമായ അവയവങ്ങളിലെ ബഹുഭൂരിഭാഗവും പ്രധാനപ്പെട്ട ഘടകവും. അപ്പം അത് താഴെയായിട്ട് കിടക്കുന്നത് ശരീരത്തിന് കൂടുതൽ സുഖം അനുഭവിക്കാനും കൂടുതൽ ആരോഗ്യകരമായ നന്മക്കും നല്ലതാണ് എന്ന് അത്തിബാ പറയുന്നുണ്ട്. മൂന്നാമത്തെ അൽ യഗ്തിസാലു ബിൽ മാഇൽ ജാരി, ഒഴുക്ക് വെള്ളത്തിൽ കുളിക്കുക. പുഴയിലൊക്കെ കുളിക്കൽ നല്ലതാണ്. കുളത്തിൽ കുളിക്കുന്നതിനേക്കാൾ ഉത്തമം പുഴയിൽ കുളിക്കലാണ്. ഒഴുക്ക് വെള്ളത്തിൽ കുളിക്കൽ അത് ശാരീരികമായ ആരോഗ്യത്തിനും ദീർഘായുസിനൊക്കെ നല്ലതാണ് എന്നാണ്. നാലാമത്തത് അക്ലു തുഫാഹി ബിൽ അസ്ഹാർ, അത്താഴ സമയത്ത്
അത്താഴ സമയത്ത് എന്ത് ചെയ്യുക? ആപ്പിൾ തിന്നുക. ശരീരത്തിന് ഭയങ്കരമായ ആരോഗ്യം ഉണ്ടാവാനുള്ള, ദീർഘായുസ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നമുക്ക് പറയപ്പെടുന്നു. അതവിടെ നിൽക്കട്ടെ. وحكي أنه كان رجل من الصالحين قد ضاق حاله من القوت والنفقة. മുമ്പ് സ്വാലിഹീങ്ങളിൽ പെട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ കാര്യം വളരെയധികം കുടുസായി വിഷമിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. ഭക്ഷണകാര്യമാവട്ടെ, കുടുംബങ്ങൾക്ക് നഫക്ക ചെലവാക്കാൻ വേണ്ടി ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്തൊരവസ്ഥ വന്നു. വളരെയധികം വിഷമകരമായ ഒരവസ്ഥ. വക്കാനത്തിലഹു ഇമ്രാത്തുൻ, അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഫഖാലത്ത് ലിസൗജിഹ, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഉദുഉല്ലാഹ യുവസ്സിഉ അലൈന അദ്ദുന്യ, നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കുക, അള്ളാഹു തആല നമുക്ക് ദുനിയാവൊന്ന് കുറച്ച് കൂടുതലായി നൽകുകയാണെങ്കിലോ, ഇത്ര നമ്മൾ പ്രയാസപ്പെടണം, നിങ്ങൾ സ്വാലിഹായ ഒരു മനുഷ്യനല്ലേ, അള്ളാഹിനോട് നമ്മളെ ഈ പ്രയാസത്തിൽ നിന്നൊരു വിരാമം കിട്ടാൻ വേണ്ടി ദുആ ചെയ്തുകൂടെ നിങ്ങൾക്ക് എന്നാ. അങ്ങനെ ഫദഅ റജുലു, ഭാര്യയുടെ സംസാരം കേട്ട് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്ത ശേഷം ഫദഖലത്തിൽ മർഅതു അദ്ദാറ ഫറഅത് ഫി സാവിയതി ലബനതൻ മിൻ ദഹബിൻ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ വീട്ടിൻ്റെ റൂമിൻ്റെ ഒരു മൂലയിൽ ഒരു സ്വർണ്ണക്കട്ടി കാണുകയാണ്. ഒരു സ്വർണ്ണക്കട്ടി, സുബ്ഹാനല്ലാഹ്. ഫഅഖദത്ഹ, അതിനെടുത്തു അവൾ. ഫഖാല റജുലു അൻഫിഖി കൈഫ ശിഅ്തി. അപ്പോൾ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്കൊരു സ്വർണ്ണക്കട്ടി കിട്ടി അവിടുന്ന്, നിങ്ങൾ ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു തആല തന്നതായിരിക്കാം, ആയിക്കോട്ടെ, നിങ്ങളത് ചെലവ് വെച്ചോളി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി എന്താ വേണ്ടത് വാങ്ങിക്കോളി, കാര്യങ്ങളൊക്കെ ചെയ്തോളി എന്നാണ്. അങ്ങനെ അന്ന് രാത്രി ഈ സ്വാലിഹായ മനുഷ്യൻ അന്ന് രാത്രി സ്വപ്നം കാണുന്നു, അദ്ദേഹം എന്ത് ചെയ്യാണ്? സ്വർഗത്തിൽ പ്രവേശിച്ചതായിട്ട് സ്വപ്നം കാണുന്നു അദ്ദേഹം. അങ്ങനെ ഫറഅ ഖസ്റൻ ഖദ് നഖസ ബിമിഖ്ദാരി ലബനത്തിൻ, ഒരു മണിമാളിക, ഒരു സ്വർണത്തിൻ്റെതായ ഇഷ്ടികളെ കൊണ്ട് പണിത ഒരു മണിമാളിക അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നു, അദ്ദേഹത്തിൽ കടന്നതായിട്ട് കാണുന്നു. അതിൽ ഒരു ഇഷ്ടികൻ്റെ സ്ഥലം ഓട്ടയായി കിടക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, ലിമൻ ഹാദ, ഇത് ആർക്കുള്ളതാണ്? ഫഖീല ലഹു, അപ്പോൾ പറയപ്പെട്ടു, ലക, അത് നിങ്ങൾക്കുള്ളതാണല്ലോ. അല്ല അയിന ഹാദൽ ലബന, ഇവിടെയുള്ള എന്താണ് ഇവിടെ ഒരു ഇതിൻ്റെ സ്ഥാനം, ഒരു ഓട്ട, ഒരു ലബനത്ത്, ഒരു ഇഷ്ടിക ഇവിടെ കാണുന്നില്ല സ്വർണത്തിൻ്റെ. ഖാല ബഅസ്നാഹ ഇലൈക, അത് നിങ്ങൾക്ക് കൊടുത്തയച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ. ഇത് കേട്ടപ്പോൾ ഫന്തബഹ റജുലു, അദ്ദേഹം ഉണർന്നു. ഫഖാല ലിമർഅതി, ഭാര്യയോട് പറഞ്ഞു, ഹാത്തിൽ ലബന, ആ ഇഷ്ടിക കൊണ്ടുപോയോ. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നു. ഫഅഖദഹ വവദഅഹ തഅത റഅസിഹി വദഅ, അദ്ദേഹത്തിൻ്റെ തലയണയുടെ ചുവട്ട് ആ ഇഷ്ടിക, ആ സ്വർണത്തിൻ്റെ കട്ടി അവിടെ വെച്ചിട്ട് അള്ളാഹിനോട് ദ്വാരുന്നു, അള്ളാഹുവേ, റഹ്മുർ-റഹീമായ റബ്ബേ, ഇലാഹി ഖദ് റദത്തുഹ ഇലൈക, എന്നിലേക്ക് ഞാനിതാ മടക്കിയിരിക്കുന്നു ഇതിനെ. അങ്ങനെ ദുആ ചെയ്ത് അദ്ദേഹം കിടന്നുറങ്ങി. എണീറ്റ് നോക്കിയപ്പോൾ അതവിടെ കാണുന്നില്ല. ഫറദ്ദഹല്ലാഹു തആല ഇലാ മൗദിഇഹാ, ആ സ്വർഗത്തിൻ്റെ ആ ഒരു ഇഷ്ടിക നഷ്ടപ്പെട്ട ഇടത്തേക്ക് അള്ളാഹു തആല അതിനെ മടക്കി. അപ്പം അതാണ്, ദുനിയാവ് എത്ര കിട്ടുന്നു ആഖിറം കുറയും. ദുനിയാവിലുള്ള വിശാലത ആഖിറത്തിൻ്റെ ചുരുക്കത്തിൻ്റെ മേൽ അറിയിക്കും. മഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മാ അഖദ അഹദുൻ ലുഖ്മത്തൻ മിനദ് ദുനിയാ ഇല്ലാ വഖദ് നഖസല്ലാഹു തആല ഹിസ്വതഹു മിനൽ ആഖിറ. ദുന്യാവിൽ നിന്നുള്ള ഒരു ലുഖ്മത്ത്, ഒരു പിടി ഭക്ഷണത്തിൽ നിന്ന് ഒരാളും പിടിക്കുകയില്ല. ഭക്ഷണം എന്നല്ല, ദുനിയാവിൻ്റെ ഏതൊരു കാര്യവും ഒരാളും നേടിയെടുക്കുകയില്ല. ഇല്ലാ വഖദ് നഖസല്ലാഹു ഹിസ്വതഹു മിനൽ ആഖിറ, ആഖിറത്തിൽ നിന്നുള്ള അവൻ്റെ ഹിസ്വയെ, അവൻ്റെ അംശയത്തിനെ അല്ലാഹു തആല ചുരുക്കിയിട്ടല്ലാതെ. മനസ്സിലായ? അതല്ലേ അല്ലാഹ് പറഞ്ഞത്, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്.
ആരെങ്കിലും ആഖിറത്തിൻ്റെ ഹറസിനെ, ആഖിറത്തിലെ കൃഷിയെ വല്ലവരുത്തനും ഉദ്ദേശിക്കുന്നു എങ്കിൽ, ആഖിറത്തിലേക്ക് വിളവുണ്ടാവാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഇവിടെയെങ്കിൽ, നസിദ് ലഹു ഫീ ഹർസിഹി, ആ ആഖിറത്തിലേക്കുള്ള ഹറസിൽ, അതിൻ്റെ ആ ഒരു കൃഷിയിൽ അതിൽ നാം വർദ്ധനവ് നൽകും. മറിച്ചോ മങ്കാന യുരീദു ഹറസദ്ദുന്യ, ദുന്യവിയായ കൃഷിയെയും ദുന്യവിയായ ആഡംബരത്തിനെയും ഖൈറിനെയുമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, നുഅ്തിഹി മിൻഹാ, ദുനിയാവിൽ നിന്ന് നാം അവനിക്ക് നൽകും. അതേ സമയത്ത് വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, ആഖിറത്തിൽ അവനക്ക് യാതൊരു അംശവും ഉണ്ടാവുകയില്ല. അപ്പോൾ ദുന്യാവും റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തും വഖിനാ അദാബന്നാർ, റബ്ബേ ദുനിയാവിലും ഹസനത്ത് നൽകണം, റബ്ബേ ആഖിറത്തിലും ഹസനത്ത് നൽകണം. അല്ലാ, ആഖിറം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ദുനിയാവ് എനിക്ക് വേണ്ട, ആഖിറം സുരക്ഷിതമായി കൊണ്ടുള്ള ദുനിയാവ് ഇനി ഖൈറാണെങ്കിൽ എനിക്ക് നൽകണം അല്ലാ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖും ഭാഗ്യവും ഖൈറും ബറക്കത്തും ഐശ്വര്യവും ഒക്കെ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പടച്ച തമ്പുരാനും നൽകട്ടെ. അള്ളാഹു തആല ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുത്താതിരിക്കട്ടെ, എന്നാൽ ദുനിയാവ് ഒരു പരീക്ഷണമാക്കിയിട്ട് നമ്മളെ കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.